ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. സോ ഇത് നമ്മളെ ചലഞ്ചിൻ്റെ 4th ഡേ ആണ്. സോ നമ്മളെ ജേർണൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം 1, 2, 3 ദിവസം കഴിഞ്ഞ് ഇന്ന് 4th ഡേ ആണ്. സോ അതിൻ്റെ PNLസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. പിന്നെ ഇന്നത്തെ ലിക്വിഡിറ്റി ഏരിയാസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ പ്രീവിയസ് ഡേ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഹൈ ഇവിടെ കിടക്കുന്നുണ്ട്, ലോ ഇവിടെ ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയില്ല, ഓപ്പൺ ആകാൻ പോകുന്നേ ഉള്ളൂ. 15 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഡേ ഹൈ അടുത്തൊരു ലെവലും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതും കിടക്കട്ടെ അവിടെ. പിന്നെ വേറെ ലെവൽസൊന്നും അടുത്തില്ല. 5 മിനിറ്റ്സിൽ തൊട്ടടുത്തൊന്നും വേറെ ലെവൽസൊന്നുമില്ല. സോ ഇനി മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് പുതിയ ലെവൽസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആവുന്നതിനനുസരിച്ച് നോക്കാം. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 2 lakhs വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 1,93,000 ആയിട്ടുണ്ട്. ചെറിയ ലോസാണ് ഉണ്ടായത്. സോ അതുകൊണ്ട് തന്നെ ചെറിയ ലോസ് റണ്ണിങ് ആണ്. പിന്നെ 5,739 ആണ് നമുക്ക് ലോസ് വന്നത്. പിന്നെ പക്ഷേ ഇതിലിപ്പോൾ നോക്കുമ്പോൾ ഒരു 7,000-ൻ്റെ അടുത്ത് ലോസ് ഉണ്ടാവും. അത് ബാക്കിയുള്ളത് ബ്രോക്കറേജ് ആണ്. ബ്രോക്കറേജ് അല്ല, ബാക്കി ഗവൺമെൻറ് ടാക്സും STT GST അങ്ങനെയുള്ള കുറച്ച് ടാക്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇന്നെന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. എൻട്രി വരുന്ന സമയത്ത് ഞാൻ പറയാം. ഓക്കെ, നിഫ്റ്റിയിൽ ഒരു ട്രേഡ് വരുന്നുണ്ട്. 24,650 പുട്ട് ഓപ്ഷനിലാണ് ട്രേഡ് എടുക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ടാപ്പ് ചെയ്തിട്ട് മേലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് എടുക്കാം. അത് ടാപ്പ് ചെയ്തിട്ടുണ്ട് ക്യാൻഡിൽ ക്ലോസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 5-6 സെക്കൻഡ് കൂടെ ഉണ്ട്, വെയിറ്റ് ചെയ്യാം. ഓർഡർ വിൻഡോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിൻ്റെ ഹൈ എടുത്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. പ്രീമിയം താഴേക്ക് വന്നില്ല, പക്ഷെ കുഴപ്പമില്ല, എടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 127.06 127.06 127.05 എടുക്കട്ടെ. ഇത് പ്രീമിയം താഴേക്ക് വന്നില്ല ഈ ക്യാൻഡിൽ. സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്, പ്രീമിയത്തിൽ എടുത്തില്ല. പക്ഷെ കുഴപ്പമില്ല, ട്രേഡ് ഏതായാലും എൻട്രി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ടാർഗറ്റ് നമുക്ക് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഡേലോ വെക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ലിക്വിഡിറ്റി ഏരിയാസ് ചെറുതൊക്കെ ഉണ്ട്, ബട്ട് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞത് ഡേലോ മാത്രമാണ്. സോ ഡേലോ വെക്കുന്നതായിരിക്കും നല്ലത്. എൻട്രി ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ടിപ്പസ്റ്റ് ക്യാൻഡിലാണ്. എൻട്രി എടുത്ത ക്യാൻഡിൽ തന്നെ ഒരു മൊമെൻറ്റം വരുന്നുണ്ട്. ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അത്യാവശ്യം ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്ത് നിൽക്കുക. സോ നല്ലൊരു ഡൗൺഫാളിനുള്ള ചാൻസ് ഉണ്ട്. ഇന്നലെ നല്ലൊരു ഡൗൺഫാൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, അത് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ലോസ് ആണെങ്കിൽ ഇന്നും ഒരു ഡൗൺഫാൾ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് കിട്ടുമല്ലോ എന്നുള്ളത് അറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എൻട്രി 10:25 25ൻ്റെ ക്യാൻഡിൽ പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ്. നമ്മൾ എടുത്ത ക്യാൻഡിൽ തന്നെയാണ് നല്ലൊരു മൊമെൻറ്റം വരുന്നത്. അതിനിപ്പോൾ മേലേക്ക് താഴേക്ക് വരുമോ അറിയില്ല, ബട്ട് എടുത്തത് ഏതായാലും ഒരു ടിപ്പസ്റ്റ് ക്യാൻഡിലാണ്. ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി വേണ്ടി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ഇതിൽ ടാർഗറ്റ് ആവേഴ്സ് എല്ലാം ഇപ്പം ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, വെയിറ്റ് ചെയ്ത് നോക്കാം.
നമ്മളെ ഫസ്റ്റ് ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം ലോസ് 3939 റുപ്പീസാണ് നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ ലോസ് വന്നത്. ട്രേഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും മേലേക്ക് തന്നെ പോകണം. ചെറിയൊരു ലിക്വിഡിറ്റി 1 മിനിറ്റിലുള്ള ചെറിയൊരു ലിക്വിഡിറ്റി വരെ വന്ന് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ കയറിയ ട്രേഡാണ്. ഇതിൽ കണ്ടിട്ടുണ്ടാവും ഫാസ്റ്റ് ഫോർവേഡിൽ അത്യാവശ്യം പ്രോഫിറ്റ് കയറിയതാണ്. അതിനുശേഷം ഈ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി അത് ടാപ്പ് ചെയ്തിട്ട് മേലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. ഞാൻ അവിടുന്ന് വീണ്ടും ഡൗൺ സൈഡിലേക്ക് ആണ് എക്സ്പെക്റ്റ് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മേലെ കയറിപ്പോയി നമ്മൾ SL അടിച്ചു. ഇനി അടുത്തൊരു ട്രേഡ് നോക്കുകയാണെങ്കിലും ഞാൻ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഡേ ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കാം. ഇപ്പോൾ വേറെ ലെവൽസ് ഒന്നും തൊട്ടടുത്ത് അവിടെ ഇല്ല. ഡേ ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് തന്നെ ഒരു ട്രേഡ് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ജേണൽ എഴുതി വെക്കാം. ട്രേഡ് 24/650 പുട്ട് ഓപ്ഷനിലാണ്. 24/650 പുട്ട് ഓപ്ഷൻ. ഡേറ്റ് 6-ാം തീയതിയാണ്. 6/8/26. ഇന്ന് 2 3 4th ഡേ ആണ് നമ്മളെ ഇതിൻ്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ 6th ട്രേഡാണ്. 6 ട്രേഡ് എടുത്തിട്ടുണ്ട് ടോട്ടൽ. അതിലൊരു ട്രേഡ് മാത്രമേ ടാർഗറ്റ് അടിച്ചുള്ളൂ. ഇതിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ 10:25 11:12 ആണ്. 10:25 11:12. ഓക്കെ, ഇനി നമ്മളെ PNL നോക്കുകയാണെങ്കിൽ അടുപ്പിച്ചിപ്പം 2 3 4 5 ലോസ് ഇട്ടയക്കണം. 39 ആണ് ലോസ്. -39 39 4 5 5 ട്രേഡ് അടുപ്പിച്ചിട്ട് SL അടിച്ചിരിക്കുകയാണ്. കളർ നമുക്ക് മാറ്റി റെഡ് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ടോട്ടൽ PNL നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 9600 ആയിട്ടുണ്ട്. ചെറിയൊരു പെർസെൻറ്റേജ് ലോസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആകെ ഒരു ടാർഗറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് SL-നാണ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വരുന്നത്. പക്ഷെ 5 SL എന്നൊരു വിഷയമുള്ള കാര്യമല്ല. ഒരൊറ്റ ടാർഗറ്റ് അടിച്ചാൽ കവർ ചെയ്യാം. പ്രോപ്പർ ടാർഗറ്റ് അടിച്ചാലും കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് അടിച്ച ടാർഗറ്റ് പറഞ്ഞത് പ്രോപ്പർ 1:5 അല്ല, ജസ്റ്റ് 1:2 പോയിൻറ്റ് സംതിങ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്തൊരു ട്രേഡ് എടുത്തിട്ട് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ആ ലോസൊക്കെ കവർ ചെയ്ത് വരാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രോപ്പർ ടാർഗറ്റ് ആണെങ്കിൽ നല്ല പ്രോഫിറ്റും ഉണ്ടാവും. ഇനി അതല്ല, ഇനി SL അടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഒരു 2-3 SL അടിച്ചാലും 1-2 ടാർഗറ്റ് അടിച്ചാലും നമുക്ക് കവർ ചെയ്ത് പ്രോഫിറ്റിലെത്താൻ പറ്റും. സോ ഇനിയിപ്പോൾ അടുത്തൊരു ട്രേഡ് കിട്ടുമോ നോക്കി നോക്കാം. ഡേ ഹൈയിലേക്ക് വരുന്നുണ്ട്. ഡേ ഹൈ വന്നിട്ട് അടുത്തൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ നമ്മൾ ഡേ ഹൈ ടാപ്പ് ചെയ്തിട്ട് പറഞ്ഞ ട്രേഡ് വരുന്നുണ്ട്. സെയിം സ്ട്രൈക്ക് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. 650 ക്വാണ്ടിറ്റി ഇൻട്രാഡേ, കവർ ഓർഡർ, മാർക്കറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ്. ഓക്കെ, ട്രേഡ് ഓക്കെ. ആ ഒരു ക്യാൻഡിൽ ഹൈ എടുത്തിട്ടുണ്ട്, നമുക്ക് ട്രേഡ് എടുക്കാം. സോ ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. പ്രീമിയം താഴേക്ക് ഒന്നുമില്ല, ഒരു കുറച്ചൊന്ന് മേലെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. 117.75 നമുക്ക് ട്രേഡ് കിട്ടിയത്. സെയിം സ്ട്രൈക്കിനാണ് നേരത്തെ എടുത്ത സെയിം സ്ട്രൈക്കിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് എടുത്തത്. സോ 117.75. ഓക്കെ, നമ്മൾ എൻട്രി ഇവിടെയാണ്. പ്രീമിയം താഴേക്ക് വരാത്തതുകൊണ്ട് കുറച്ചൊന്ന് മേലാണ് നമുക്ക് ട്രേഡ് കിട്ടിയത്. പ്രീമിയം നിഫ്റ്റി മേലെ കയറുന്നുണ്ട്, ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. പക്ഷേ പ്രീമിയം അത്രയും കൊണ്ട് താഴേക്ക് ഇറങ്ങുന്നില്ല. ഏതായാലും നമ്മൾ ട്രേഡ് എടുത്തു, SL വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് അടിയിലുള്ള ഒരു ലിക്വിഡിറ്റി നോക്കിയിട്ട് നമുക്ക് വെക്കാം. നിഫ്റ്റി വീണ്ടും മേലേക്ക് പോകാനുള്ളൊരു പ്രവണത കാണിക്കുന്നുണ്ട്. ബട്ട് പ്രീമിയം പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ടാർഗറ്റായിട്ട് തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ആയിരുന്നു സെലക്ട് ചെയ്യാം. ഇവിടേക്കൊരു 49 പോയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ 55 പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ വെക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ തൊട്ടടുത്ത് വേറെ ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. നമുക്ക് രണ്ടും മാർക്ക് ചെയ്ത് വെക്കാം. അവിടെ എത്തുന്ന സമയത്തുള്ള മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. രണ്ടും തൊട്ടടുത്തുള്ള ലെവൽസാണ്. ഒന്നെങ്കിൽ ഫസ്റ്റ് ടാപ്പിങ്ങിൽ തന്നെ എക്സിറ്റ് ആവും, അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ലെവൽ. ഓക്കെ, രണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 24,621.6ഉം 24,616ഉം. സോ ഇന്നത്തെ ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് ഏറ്റവും ടോപ്പിലാണ്. ഇപ്പോൾ ഇന്നത്തെ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും ടോപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത്. നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഇന്നത്തെ ഡേലോൻ്റെ അടുത്തുള്ള ഒരു ഏരിയയിലാണ്. പക്ഷേ ആ ഡേലോൻ്റെ അടുത്തുള്ള ഏരിയ നമ്മളെ പ്രോപ്പർ ടാർഗറ്റ് അടിച്ചാൽ പോലും കറക്റ്റ് 30 പോയിൻറ്റ്സ് 1:5 കിട്ടുമോ എന്നുള്ള ഡൗട്ടാണ്. നല്ലൊരു ഹ്യൂജ് മൊമെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ ആ ലെവലിൽ കിട്ടുള്ളൂ. അല്ല ഭയങ്കര കൺസോളിഡേറ്റിംഗ് ആയിട്ട് മെല്ലെ വരികയാണെന്നുണ്ടെങ്കിൽ
കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഏതായാലും കുഴപ്പമില്ല, അത് 1:5 കിട്ടില്ല എന്നാണ്, 1:2, 3 റേഞ്ചിലൊക്കെ എന്തായാലും കിട്ടും. ഓക്കെ, സോ ഇന്നലത്തെ ഡേ ഹൈ നമ്മളിവിടെ രാവിലെ മാർക്ക് വെച്ചിട്ടുണ്ട്. ഇനി പ്രീവിയസ് ഡേ ഹൈ ഏരിയ ആയിട്ട് അത് ടാപ്പ് ചെയ്തില്ല, എൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ള കേസിൽ വേണമെങ്കിൽ അതും കൂടെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഡേ ഹൈ ടാപ്പ് ചെയ്യുന്ന സമയം, ഇന്നത്തെ ഡേ ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുത്തിട്ട് അത് SL അടിക്കുകയാണെങ്കിൽ, അത് SL അടിച്ച് മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ എടുക്കുന്ന സമയത്ത് ഒരു എൻട്രിയും കൂടെ കൺസിഡർ ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തത്. SL അടിച്ചാലും വീണ്ടും ട്രേഡ് എടുക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. സോ ആ രീതിയിലാണ് പ്ലാൻ ചെയ്ത് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ SL അടിച്ച് മേലെ പോകുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് നോക്കും, അതല്ലാതെ ടാർഗറ്റിൽ വരികയാണെങ്കിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യും. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, ബാക്കി അങ്ങോട്ട് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ഓക്കെ, നിഫ്റ്റി നമ്മളെ ടാർഗറ്റ് ഏരിയൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു ബ്ലൂ ലൈന് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടാർഗറ്റ്. നമുക്ക് ഇവിടെ തന്നെ എക്സിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാം. ഇനി സെക്കൻഡിനടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം തന്നെ എക്സിറ്റ് റെഡി ആക്കാം, ഇപ്പം തന്നെ ടാപ്പ് ചെയ്യായിരിക്കും. ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും എക്സിറ്റ് ചെയ്യാത്ത കുറേ ടൈമായി. ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ എക്സിറ്റ് പ്രീമിയം കുഴപ്പമില്ല. ഓക്കെ, ആ ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ട്രേഡാണ് ഇന്നത്തെ. നമ്മൾ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 9,500 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് 2 ട്രേഡിൻ്റെയും കൂടെ പ്രോഫിറ്റാണിത്. ഓർഡേഴ്സിൽ എക്സിക്യൂട്ടറിൽ പോയി നോക്കുകയാണെങ്കിൽ എക്സിറ്റ് പ്രൈസ് 138.45 138.45 ഏകദേശം ഇവിടേക്ക് ആയിട്ടാണ് നമ്മൾ എക്സിറ്റ് വന്നത്. 20 പോയിൻറ്റ്സാണ് കിട്ടിയത്. ഓൾമോസ്റ്റ് 1:3.5 ഉള്ള ട്രേഡായിരുന്നു. പക്ഷേ 1:2 അതിൻ്റെ നല്ല ട്രേഡ് ഇന്ന് മാർക്കറ്റ് കളിച്ച കളികളാണ്. ഇവിടെ നിന്നൊരു ട്രേഡ് എടുത്തതിന് ശേഷം നമ്മൾ എൻട്രി ടൈം നോക്കുകയാണെങ്കിൽ 11:25 13:15 എക്സിറ്റ് ആവുന്നത്. 11:30 12:30 1:30 2 മണിക്കൂർ ആവാനായി. എൻട്രി എടുത്ത സ്പോട്ടിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് മേലേക്ക് വന്നു. ഈ ഒരു ഹ്യൂജ് ഫാൾ വന്നു, നമ്മളെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് എക്സിറ്റ് ചെയ്യുക, അവിടെ എത്തിയാൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് അങ്ങനെ ആ ടാർഗറ്റ് ഏകദേശം അടിച്ചുകൊണ്ടുള്ള രീതിക്ക് അങ്ങനെ അത്ര അടുത്ത് വരെ വന്നിട്ട് അതങ്ങനെ തന്നെ അങ്ങോട്ട് കയറിപ്പോയി. കയറിപ്പോയതാണെങ്കിലും നമ്മളെ പ്രീമിയം കുത്തനെ ഇറങ്ങി വന്നിട്ട് SL വന്ന് ഇത് ഈ വരവൊക്കെ ഉണ്ടോ, ഏകദേശം SL പോയിട്ടുണ്ടോയെന്ന് വിചാരിച്ചു. അങ്ങനെ പോയടുത്തുനിന്ന് പിന്നെ അത് മേലെ കയറി താഴെ വന്ന് 2 മണിക്കൂർ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് കളിപ്പിച്ച് വലിപ്പിച്ച് അങ്ങനെ നിന്ന് കളിക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് വന്ന് ടാർഗറ്റ് അടിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും നമ്മൾ ഇതിപ്പോൾ കാണുമ്പോൾ ഒറ്റയടിക്ക് നോക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഇങ്ങനെ വന്ന് ടാർഗറ്റ് അടിച്ച് കൂളാണ്. പക്ഷേ ഓരോ ക്യാൻഡിൽ അങ്ങോട്ട് പോകുന്ന സമയത്തും താഴേക്ക് വരുന്ന സമയത്തൊക്കെ ഇവിടെ PNL കൂടി കുറഞ്ഞ് ഇത്ര വരെ പോയ 6,000 വരെയൊക്കെ പോയ പ്രോഫിറ്റാണ്. 6,000-7,000 ഒക്കെ പോയത് ഇങ്ങനെ വന്ന് ലോസിലേക്ക് വന്ന് പിന്നെ ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ വന്ന് അങ്ങനെയൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു ടാർഗറ്റും SL പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് ഇരിക്കാൻ ഉള്ളൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ചെയ്യാൻ പോയില്ല, ടാർഗറ്റ് മാറ്റാൻ പോയില്ല, അല്ലെങ്കിൽ SL മോഡിഫൈ. നമ്മുടെ പ്ലാൻ എന്താണോ അത് അതേപോലെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റ് എത്ര നേരം കളിച്ചാലും നമ്മൾ അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക ചെയ്യും. ഇനി ഇത്ര വരെ വന്നിട്ട് SL പോയാലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ഒരു സൂചി പോലത്തെ ഒരു ക്യാൻഡിലൊക്കെ ഉണ്ടാക്കിനി, ഒരു ഡോജി ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ ഇതിങ്ങനെ പറന്നങ്ങ് കയറിയപ്പോൾ പ്രീമിയം ഒരു വരവ് വന്നിട്ടുണ്ട്. ഈ ഒരു പച്ച പച്ച അല്ലേനി ആ സമയത്ത് ചുവപ്പാണ്. ചുവപ്പ് പറഞ്ഞാൽ ഇത്ര വരെ വരുമ്പം റെഡ് ക്യാൻഡിലായിരിക്കുമല്ലോ. ഹ്യൂജായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നു. ഇതിൽ ഏകദേശം പോയെന്ന് വിചാരിച്ചാൽ അതിലതാ പിന്നെയും അങ്ങനെ മേലേക്ക് തന്നെ കയറി വരണം. അങ്ങനെ വല്ലാത്തൊരു ട്രേഡായിരുന്നു. ഏതായാലും ട്രേഡ് എക്സിറ്റായി.
അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റും കിട്ടി. ഇപ്പോൾ നല്ല പ്രോഫിറ്റില്ല, 20 പോയിൻറ്റ്സ് ഉള്ളൂ. സോ 9499 പോയിൻറ്റ്. അതിപ്പം ഒരു ലോസ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റാണ് ഈ കാണുന്നത്. സോ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതും ആ എമൗണ്ടും കൂടെ കൂട്ടേണ്ടി വരും. കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. ഈ ഒരു ട്രേഡിൽ നമ്മളെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 9499 പ്ലസ് 3939 ഈക്വൽ ടു. സോ ഈ ഒരു ട്രേഡിൽ നമ്മുടെ പ്രോഫിറ്റ് വന്നത് 13,438 ആണ്. 13,438. ഓക്കെ, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് ജേർണലിലേക്ക് എഴുതി വെക്കാം. ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടഡ് 11.25, 13.15, 11.25, 13.15 അല്ലല്ലോ, 13.15. ഓക്കെ, പിന്നെ സ്ട്രൈക്ക് സെയിം തന്നെയാണ്. ഇനി 24,650. ഏഴാമത്തെ ട്രേഡാണ്. പിന്നെ ഡേറ്റ് സെയിം ആണ്. ഓക്കെ, സോ ടോട്ടൽ 7 ട്രേഡ് എടുത്ത് അതിലിതിപ്പോൾ പച്ചയാണ്, നമുക്ക് പച്ച കളർ കൊടുക്കാം. സോ നമ്മൾ ഓവറോൾ വീണ്ടും ചെറിയൊരു പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 3,760 പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും ഇത് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് SL ആണ്. P&L നോക്കുമ്പോൾ 1, 2, 3, 4, 5 SL അടിച്ചിട്ടുണ്ട്. 2 ടാർഗറ്റ് ഉള്ളൂ. ആ 2 ടാർഗറ്റാണ് പ്രോപ്പർ ടാർഗറ്റ് ഇല്ല. ഇതൊരു 1:3.5 അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ നോക്കിയപ്പോൾ 3 സംതിങ്. ഇത് 1:2 സംതിങ് ഉള്ളൂ. പ്രോപ്പർ 1:5 ടാർഗറ്റ് ഇതുവരെ അടിച്ചില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാണ്. സോ അതാണ് അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡ് വെക്കുന്നതിൻ്റെ ഒരു ഗുണം പറഞ്ഞു. ഇനിയിപ്പം ഇന്നിനി ഏതായാലും വേറെ ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല. മാർക്കറ്റ് ഒരു സുഖമില്ല. എന്താണത് ക്യാൻഡിൽസൊക്കെ ഇത്രയും ഈ കൺസോൾട്ടേറ്റീവ് മാർക്കറ്റ് പറഞ്ഞാൽ ഓപ്ഷൻ ബയ്യറിന് പറ്റിയൊരു മാർക്കറ്റ് അല്ല. പക്ഷേ അത് മീൻസ് അത്രയും കൺസോൾട്ടേറ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ്. തീറ്റടിക്കൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ. ബട്ട് ഇന്ന് നമ്മൾ പ്രോഫിറ്റാണ് എടുത്തത്. ഓപ്ഷൻ ബയ്യർക്ക് സാധാരണ കൺസോൾട്ടേറ്റീവ് മാർക്കറ്റിൽ ലോസ് ആയിരിക്കും ഉണ്ടാവും. ബട്ട് നമുക്ക് പ്രോഫിറ്റാണ് ഉണ്ടായത്. അതേപോലെ ഇന്നലെ ട്രെൻഡിങ് മാർക്കറ്റാണ് ഇനി. പക്ഷേ ഇന്നലെ നമുക്ക് ലോസാണ് ഇനി. ഇന്നലെ ഇനി ഒരു ട്രേഡ് മിസ്സായി പോയത് ഒരു റീസണാണ്. ഇവിടെ ഒരു ട്രേഡ് മിസ്സായി പോയിട്ടുണ്ട് ഇനി ആ ടൈമിൽ മാർക്കറ്റിൽ ഇനി. സോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാം. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഏതായാലും ഇവിടെ വെച്ച് നിർത്തി. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഒരു ദിവസം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിർത്തണം എന്നാണ് എൻ്റെ ഒരു ഇത്. സോ നമുക്കിത് മാറ്റി എഴുതാം. 3,760. പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 2 lakh. 1.88% ആയിരിക്കും ഉണ്ടാവും. 1.88. ചെറിയൊരു പ്രോഫിറ്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇന്ന് ചലഞ്ചിൻ്റെ ഡേ നമ്മൾ എഴുതിയില്ലല്ലേ. ഒരു കോളം കൂടെ കൊടുക്കാം. ആഡ് റോ ആഡ് കോളം ബിഫോർ. ഓക്കെ, നമ്മൾ ഡേ കൊടുക്കാം. ഡേ ഇത് ഫസ്റ്റ് ഡേ ആണ്, ഇത് സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഇത് ഫോർത്ത് ഡേ. സോ ഇന്ന് നമ്മളെ ഡേ 4 ആണ്.
ടോട്ടൽ 30 days ആണ്. 30 ഡേയ്സിൻ്റെ ചലഞ്ചാണ്. 30 days ട്രേഡിംഗ് ചലഞ്ച്. ഓക്കെ, സോ ഇപ്പം ഇതാണ് നമ്മളെ നിലവിലുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നാളെ കാണുന്നു. ഇപ്പോൾ സമയം എത്രയും 1:24. ടൈം ഇനിയുണ്ട്, 3 മണിയാവാൻ ഇനിയും കുറേ സമയമുണ്ട്. പക്ഷേ ഇനി ഏതായാലും വേറെ ട്രേഡ്സും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. ബാക്കി നാളെ കാണാം. ഓക്കെ, ബൈ.